അപ്പോൾ 30 പൊരിക്കാനുള്ള ചിക്കൻ റോളിൻ്റെ ബാക്കി വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ഈ വീഡിയോയിൽ നമ്മൾ ഫില്ലിങ്ങും ബാറ്ററും ഒക്കെ റെഡിയാക്കിയിട്ട് അപ്പോൾ ബാറ്റർ ഇതാ ഈ ഒരു ലൂസിലാണ് കേട്ടോ വേണ്ടത്. നമുക്ക് ഉടനെ തന്നെ ദോശ ചുട്ടെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലൊരു ദോശക്കല്ല് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. ആദ്യം അല്പം ഓയിലൊന്ന് ടിഷ്യൂവിൽ മുക്കിയിട്ട് ഇതുപോലെ ഒന്ന് അരച്ചു കൊടുക്കുക. എന്നിട്ട് ഇതാ ബാറ്ററിൽ നിന്നും കുറച്ചായിട്ട് ഒരുപാടൊന്നും എടുക്കേണ്ട കുറച്ചായിട്ട് എടുത്തിട്ട് ഇതുപോലെ ദോശ ചുട്ട് കൊടുക്കാം. ചെറിയ ദോശയാണ് ചുട്ടെടുക്കുന്നത്. വലിയ ഓടൊക്കെയാണെങ്കിൽ ഒരു 4 ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ചുട്ടെടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് മുകൾ ഭാഗമൊക്കെ ഒന്ന് റെഡിയായി വരുമ്പോൾ ഇതുപോലെ സൈഡിൽ നിന്ന് വിടാൻ തുടങ്ങും. അന്നേരം നമുക്ക് ഇതുപോലെ ചട്ടകം വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരുപാടൊന്നും അങ്ങ് വെന്ത് പോകരുത്. ഇതുപോലെ ചെറുതായിട്ടൊന്ന് വിട്ട് വരാൻ തുടങ്ങുമ്പോൾ തന്നെ മറിച്ചിട്ട് കൊടുക്കണം. ഒന്നിക്കിൽ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ മറിച്ചിടാതെ തന്നെ എടുക്കാം. രണ്ട് രീതിയിൽ ഞാൻ കാണിച്ചു തരാം. മറിച്ചിട്ടിട്ട് പെട്ടെന്ന് തന്നെ എടുക്കണം. ഒരുപാട് സമയമൊന്നും വെക്കണ്ട, നല്ലോണം അങ്ങ് വെന്ത് പോകരുത്. അപ്പോൾ ഇതുപോലെ ചുട്ടെടുത്തതിന് ശേഷം ഇതുപോലെ പ്ലേറ്റിൽ അട്ടിക്കട്ടിക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഒട്ടിപ്പിടിക്കുന്നുള്ള പ്രശ്നമൊന്നും ഉണ്ടാവില്ല, അത് പേടിക്കേണ്ട. ഇനി വരണം ഞാൻ മറിച്ചിടാണ്ട് എങ്ങനെയാണ് എന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ചെറിയ ദോശ ഇതുപോലെ ഒഴിച്ചിട്ട് പരത്തി കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ട് ഇങ്ങനെ വിട്ട് വരുന്ന കാണുമ്പോൾ ഇതുപോലെ വിട്ട് വരുമ്പോൾ നമുക്ക് എടുക്കാം. ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്തിട്ട് സെയിം പ്ലേറ്റിൽ തന്നെ വെച്ച് കൊടുക്കുക. അങ്ങനെ എല്ലാം ദോശ മുഴുവനും ഞാൻ ചുട്ടതിന് ശേഷം ഇതുപോലെ പ്ലേറ്റിൽ അട്ടിക്കട്ടിക്കായിട്ട് തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, അതുകൊണ്ട് ഒട്ടിപ്പിടിക്കുന്നുള്ള പേടിയൊന്നും വേണ്ട. ഇനി ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇതിൽ നിന്ന് ഓരോ ദോശയും എടുക്കുക. എന്നിട്ട് ഇതുപോലെ കട്ടിംഗ് ബോർഡ് മേൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. നമ്മൾ റെഡിയാക്കിയ ഫില്ലിംഗ് ഉണ്ടല്ലോ, അത്യാവശ്യം ചൂടെല്ലാം പോയിട്ടുണ്ട്. അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ ഫില്ലിംഗാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ചെറിയ ദോശയിൽ അപ്പോൾ കുറച്ച് ഫില്ലിംഗ് ഞാൻ വെച്ച് കൊടുക്കുന്നുള്ളൂ. ദോശൻ്റെ വലുപ്പം അനുസരിച്ചിട്ട് ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ആദ്യം ഇതുപോലെ ഒന്ന് റോളാക്കി കൊടുക്കുക. എന്നിട്ട് രണ്ടറ്റത്തൊന്നും ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ചിക്കൻ റോൾ ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇത് മറ്റൊരു രീതിയിൽ റോൾ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഒന്നിക്കൽ നമുക്ക് നേരത്തെ ചെയ്ത പോലെ ചെയ്യാം, അല്ലെങ്കിൽ രണ്ടറ്റത്തൊന്നും ഇതുപോലെ മടക്കിയതിന് ശേഷം ഇവിടെ ഇങ്ങനെ റോളാക്കി കൊടുക്കുക. ഏത് രീതിയിലാണ് നിങ്ങൾക്ക് എളുപ്പം അതുപോലെ ചെയ്യാം. അങ്ങനെ എല്ലാം ഞാൻ ഇതുപോലെ ചെയ്തെടുക്കട്ടെ. പക്ഷേ മുഴുവനും ഇതുപോലെ ഫില്ലിംഗെല്ലാം വെച്ചിട്ട് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനിതാ ഒരു ബൗളിൽ 2 മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് 2 മുട്ട ബീറ്റ് ചെയ്തെടുക്കാം, പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് മുട്ട എടുത്താൽ മതി. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റോൾ ചെയ്ത് വെച്ച ചിക്കൻ റോളെല്ലാം എടുത്തിട്ട് ഓരോന്നായിട്ട് എടുത്തിട്ട് ഇങ്ങനെ മുട്ടയിലേക്ക് മുക്കിയെടുക്കുക. എന്നിട്ട് ബ്രെഡ് ക്രംസിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മുട്ടയിൽ മുക്കുന്ന ആ ഒരു കൈ ഉണ്ടല്ലോ, ബ്രെഡ് ക്രംസിൽ യൂസ് ചെയ്യേണ്ട. അങ്ങനെ ബ്രെഡ് ക്രംസ് പെട്ടെന്ന് കട്ട കെട്ടിയത് പോലെ ആയിപ്പോൾ. അപ്പോൾ ആ കൈ കൊണ്ട് മുട്ടയിൽ മുക്കിയെടുക്കുക. എന്നിട്ട് ഈ 10 കൈ കൊണ്ട് ബ്രെഡ് ക്രംസിൽ ഇങ്ങനെ കവർ ചെയ്തെടുക്കുക. അങ്ങനെ മുഴുവനും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. പിന്നെ ആരെങ്കിലും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതിപ്പോൾ ഈ ഒരു ബാറ്ററിന് ഈ ഒരു ഫില്ലിങ്ങിന് കണക്കായിട്ട് ഒരു 57 ചിക്കൻ റോളാണ് എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത്. നമുക്ക് എത്ര ചിക്കൻ റോൾ വേണമെങ്കിലും ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഫ്രീസറിൽ വെക്കാം. ഒന്നും മോശമാവുന്നുള്ള പേടിയൊന്നും വേണ്ട. നോമ്പ് 30 കഴിയുന്നത് വരെയുള്ള ചിക്കൻ റോൾ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ആവശ്യാനുസരണം എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് എല്ലാം റെഡിയാക്കിയതിന് ശേഷം ഇതുപോലെ കണ്ടെയ്നറിലാണ് വെക്കുന്നത്. ഒന്നുകിൽ കണ്ടെയ്നറിൽ അല്ലെങ്കിൽ ജിപ്ലോക്ക് ബാഗിലേക്ക് ആക്കിയിട്ട് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം. അപ്പോൾ കണ്ടെയ്നറിലാണ് വെക്കുന്നതെങ്കിൽ ഇതുപോലെ അടിയിൽ എല്ലാം നിരത്തി വെച്ച് കൊടുക്കാം. ഇതിനുശേഷം അതിൻ്റെ മുകളിൽ വെക്കുമ്പോൾ ഒന്നുകിൽ എന്തെങ്കിലും കവർ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുക, നല്ല എന്തെങ്കിലും കവർ, അല്ലെങ്കിൽ ബട്ടർ പേപ്പർ കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. കറക്റ്റ് അളവിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെയാകുമ്പോൾ പിന്നെ നമുക്ക് പൊരിക്കാനെടുക്കുമ്പോൾ ഈസിയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്ത് വെക്കാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ സമൂസ, കട്ട്ലറ്റ് എല്ലാം ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം. ഏതെങ്കിലും വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം, ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കി കാണിക്കാം. അപ്പോൾ ഇതുപോലെ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിത് ഫ്രീസറിൽ കൊണ്ടുവയ്ക്കലാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി വെക്കുക. അപ്പോൾ നോമ്പിന് ഒരുപാട് സമയം കിച്ചണിൽ നിന്ന് കഷ്ടപ്പെടേണ്ട, പെട്ടെന്ന് നമുക്ക് ആവശ്യത്തിന് എടുത്ത് ഫ്രൈ ചെയ്താൽ മതി. 1 മണിക്കൂർ മുമ്പ് എടുത്തിട്ട് പുറത്ത് വെക്കുക, എന്നിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.